പൈസ കൊടുക്കുന്നതിന് മുതലാവുന്നുണ്ട് പടം. പിന്നെ അല്ല പരാശക്തിയെ പോലെ നമ്മൾ വന്നിരുന്ന് മുഷിയേണ്ട ആവശ്യമില്ല. കിടിലം പടം. നല്ല മൂവി. നെക്സ്റ്റ് 100 crores ഫോർ പ്രദീപ്. ഫാൻസിൻ്റെ ഒരു ഫീലിംഗ് കമ്പ്യൂട്ടർ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത്. നല്ല മൂവി. നെക്സ്റ്റ് 100 crores ഫോർ പ്രദീപ്. ഡ്രാഗൺ അളവുക്കില്ല, ബട്ട് ഇറ്റ്സ് ആൻ എൻ്റർടൈനിങ് മൂവി. ഫുൾ കണ്ടിപ്പാ. ലൈക്ക് അത്രയ്ക്കില്ലെങ്കിലും കണ്ടിരിക്കാം, നൈസാണ്. ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫാണ് കുറച്ച് ലാഗായിട്ട്. ഫസ്റ്റ് ഹാഫ് പിന്നെ കുഴപ്പമില്ല. ചെറുതായിട്ട് കുഴപ്പമില്ല. ലവ് സ്റ്റോറി, അത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് കാണിക്കുന്നത്. ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു കഥ. പ്രദീപിൻ്റെ അതിൻ്റെ ഡ്യൂഡ് ഡ്രാഗണൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് പെർഫോമൻസ് പുറകിലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എസ്.ജെ. സൂര്യയൊക്കെ നന്നായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. കോമഡി കുറവാണ്. പാട്ടെല്ലാം കൊള്ളാം. നല്ല ധീമ സോങ് നമ്മൾ കുറേ വർഷം മുന്നേ റിലീസായതാണ്. അതൊക്കെ വീണ്ടും കാണാം. ഫാൻസിൻ്റെ ഒരു ഫീലിംഗ് കമ്പ്യൂട്ടർ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് നല്ലൊരു മെസ്സേജ്. അടിപൊളിയായിരുന്നു. പാട്ടൊക്കെ അടിപൊളിയായിരുന്നു. സെറ്റപ്പ് ആയിരുന്നു. പൈസ കൊടുക്കുന്നതിന് മുതലാവുന്നുണ്ട് പടം. പിന്നെ അല്ല പരാശക്തിയെ പോലെ നമ്മൾ വന്നിരുന്ന് മുഷിയേണ്ട ആവശ്യമില്ല. കിടിലം പടം. പ്രദീപ് കിടിലം. അനിരുദ്ധ് മ്യൂസിക് നല്ലോണം ചെയ്തിട്ടുണ്ട്. എന്ന് പറയുക പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആസ്വദിക്കാം. പടം നല്ലോണം ആസ്വദിക്കാം. എല്ലാം ഉണ്ട്. കോമഡി ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്. കുറച്ചും കൂടി എൻ്റർടൈൻമെൻറ്റ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗാണ്, പിന്നെ ഓക്കെയാണ്, സെറ്റാണ്. പ്രദീപ് നല്ല രസമുണ്ട്. ലാസ്റ്റ് ഫൈറ്റൊക്കെ അടിപൊളിയാണ്, എൻജോയബിൾ ആണ്. മണിക്കൂർ പോയതേ ഇറങ്ങില്ല. നല്ല പടമാണ്, കൊള്ളാം. കോമഡി എല്ലാം ഉണ്ട്. എന്നുവെച്ചാൽ ഫ്യൂച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. ഫ്യൂച്ചറിൽ ആൾക്കാരുടെ മൊബൈൽ കൂടുതൽ ഉപയോഗിക്കുന്നതും മൊബൈൽ കുറച്ച് ഉപയോഗിക്കണം, അങ്ങനെ കുറേ നല്ല മെസ്സേജാണ്. അത് സിനിമ കണ്ടാലേ പറയാം, അല്ലാതെ പുറത്ത് പറയുന്നില്ല. കൊള്ളാം. ഞാൻ ഡ്രാഗൺ എല്ലാം കണ്ടാണ്. നല്ല സിനിമയാണ്, കൊള്ളാം. ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് അംബീഷ്യസുമാണ്. നല്ല ക്വാളിറ്റിയിൽ എടുത്തിട്ടുമുണ്ട്. പക്ഷേ ഒന്നും അങ്ങോട്ട് പ്രോപ്പറായിട്ട് കണക്റ്റ് ആയിട്ടില്ല. എനിക്ക് പേഴ്സണലി കണക്റ്റ് ആയില്ല. പക്ഷേ നല്ല അടിപൊളി പ്ലോട്ടും ഒക്കെ ആയിരുന്നു. പക്ഷെ ഒരു കണക്ഷൻ ഫീൽ ചെയ്തു. ആവറേജ് ആണ് ബ്രോ. ഒരു നോർമൽ പടം. എസ്.ജെ. സൂര്യ ആയാലും പ്രദീപ് ആയാലും ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കണ്ടിരിക്കാം. മോശമല്ല, തീരെ മോശമല്ല. നമ്മുടെ ഭാവിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ മ്യൂസിക്. ഒരു കൊല്ലത്തിന് ശേഷം ധീമ എന്നാണ് ആ പാട്ട് തിയേറ്ററിൽ കേട്ടപ്പോഴേക്ക് ഭയങ്കര രസമായിരുന്നു, അടിപൊളിയായിരുന്നു. അത് അനിരുദ്ധിൻ്റെ ഒരു വർക്ക് അത് എപ്പോഴും പ്ലസൻ്റ് ആയിരിക്കും. അപ്പം അത് ഡിലേ ആയിപ്പോയി. ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞ് ഒരു പാട്ട് ഇത്രയും നാൾ അത് ഹിറ്റായി നിന്ന് അതിനകത്ത് കേട്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. BG ആയിട്ടും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൊള്ളായിരുന്നു. പടം അത്യാവശ്യം നല്ല പടമാണ് ബ്രോ. കുഴപ്പമില്ലാത്തൊരു പടമാണ്. ഫസ്റ്റ് ഹാഫൊക്കെ അത്യാവശ്യം ഒരു ഫൺ മൂഡിലൊക്കെ പോകും. സെക്കൻഡ് ഹാഫ് ഇമോഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച്. പിന്നെ കോൺസെപ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. കോൺസെപ്റ്റ് കാരണം ഇപ്പോഴത്തെ ജനറേഷനിലെ കോൺസെപ്റ്റ് മൊബൈൽ ആപ്പാണ് നമ്മൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അത് അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ ഇമോഷണൽ കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു. അത് കുറച്ച് വീക്കായിപ്പോയി. ഒരു അച്ഛൻ മകൻ കോംബോ ഈ ഒരു ഇതുണ്ട്, ഇമോഷൻ സൈഡുണ്ട്. അത് ഒരിടത്തൊന്ന് സ്റ്റോപ്പായിപ്പോൾ. അത് വീണ്ടും റീകണക്ട് ചെയ്ത് ഒരിടത്തും കാണിക്കുന്നില്ല. അതെനിക്കൊരു ഡിഫോൾട്ടായിട്ട് തോന്നി. ബാക്കിയെല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പടമാണ്. പാട്ട് എടുത്തു പറയാൻ പറയാൻ പറ്റില്ല. കാരണം പാട്ട് ഒരു ട്രെൻഡിങ് സോങ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം മറ്റേ പഴയ ഒരു പടത്തിൻ്റെ സോങ് അവർ റീപ്ലേസ് ചെയ്ത് ഇവിടെ കാണിച്ചിട്ടുണ്ടെന്നുള്ളൂ. അല്ലാണ്ട് എക്സ്ട്രാ ഒരു പാട്ടല്ല എന്നൊരു പരിപാടിയില്ല.